വെൽക്കം ടു സീടെക് വ്ളോഗ്സ്. നമ്മളിതാ ഒരു ട്രിപ്പ് പോകാൻ പോവുകയാണ്. നമ്മളെ മൂൺ വേ ആണ് ഫ്രണ്ടിൽ കിടപ്പുള്ളത്. നമ്മളെ മൂൺ വേ ആണ് ഫ്രണ്ടിൽ കിടപ്പുള്ളത് ഗൈസ്. അപ്പോൾ നമ്മളിതാ ഒരു ട്രിപ്പ് വീഡിയോ ആണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ബാക്കി ഇവിടെ ആൾക്കാരെ അകത്തേറ്റാണ് നമ്മളിതാ പൊളിച്ചെടുക്കാൻ പോവുകയാണ്. നമ്മളിത് ഇടുക്കിയിലോട്ടാണ് പോകുന്നത് ഗൈസ്. നമ്മളിതാ ക്യാമ്പസ് ഡൗൺ എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. ഇതെല്ലാം ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം ഗൈസ്. ഞാൻ ബസ്സിൻ്റെ അകത്തുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെയൊക്കെ സ്ഥലം കാണിച്ചു കൊടുത്ത് എൻട്രി കഴിഞ്ഞു. പക്ഷേ എൻട്രി വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഗൈസ്. നിങ്ങളൊന്ന് ക്ഷമിക്കുക. ബാക്കിയെല്ലാം നമ്മളിവിടെ സെറ്റപ്പ് ചെയ്യുന്നുണ്ട്. ഗൈസ് ഇവിടെ നല്ല തള്ളലുണ്ട് ഗൈസ്. ഇപ്പോൾ നമ്മളിതാ മൂന്നാർ, ഇപ്പോൾ സമയം ഒരു 9 മണിയോളം ആയി കാണും. ഞാൻ ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നു. ലാസ്റ്റ് ഇപ്പോൾ ബസ് വന്നിട്ടുണ്ട്. നമുക്കിതാ ഇനി തുടങ്ങാൻ പോവുകയാണ്. നമ്മളിനി ഫുൾ സൗണ്ട് ഇട്ടിട്ട് ഡാൻസും കളിച്ചിട്ട് ഒരു യാത്രയുണ്ട് ഗൈസ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ നിൽക്കുക. അത് നല്ല മഴയും പെയ്യുന്നുണ്ട് ഗൈസ്, നല്ല രീതിക്ക് പെയ്യുന്നുണ്ട്. പക്ഷേ നമുക്ക് അതൊന്ന് സാരാക്കണ്ട, നമുക്ക് ഡാൻസ് കളിച്ച് പോവാം. ശരി. ഹലോ ഗൈസ്, നമ്മളിതാ ഇവിടെ പെട്രോൾ പമ്പിൽ നിർത്തിയിട്ടുണ്ട്. പിന്നെ ഞാനെൻ്റെ കൂട്ടുകാരനുണ്ട്. ഇതുവരെ അടിച്ച് പൊളിച്ചാണ് വന്നത്. ഇനി ബാക്കി കണ്ടിന്യൂ ചെയ്യാൻ പോവുകയാണ്. നമ്മളിത് ഏത് സ്ഥലമാണെന്ന് അറിഞ്ഞൂടാ. പക്ഷെ നമ്മളിത് എത്തിയിട്ടുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ട് ഗൈസ്. അത് നമ്മൾ മൂന്നാറിലിട്ടിട്ടാണ് കൂടുതൽ വിശേഷം പറയുന്നത്. ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് പറഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ബോറടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇപ്പോൾ വലുതായിട്ടൊന്നും പറയുന്നില്ല. നമുക്ക് അടുത്ത മൂന്നാറിൽ വെച്ച് ഇതിൻ്റെ മോർണിംഗ് റിവ്യൂവും ഇടുക്കിയിലെ എല്ലാ സ്ഥലവും നിങ്ങൾക്ക് കിടിലായിട്ട് കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാം നിങ്ങൾക്ക് കാണാം. ഓക്കെ ഗൈസ്, ബൈ. വേറെ ലെവൽ ബസ്സാണ്. അപ്പോൾ നമ്മളിവിടെ അടിമാലിലാണ് ബുക്ക് ചെയ്തിട്ടുള്ളത് നമ്മൾ ലോഡ്ജും കാര്യങ്ങളെല്ലാം. പിന്നെ അങ്ങനത്തെ വിഷയം വണ്ടിയാണ്, ഒന്നും പറയില്ല. പറഞ്ഞ എന്താണ് അഭിപ്രായം പറ. അതായത് നമ്മളിതാ ഫ്രണ്ട് ലൈറ്റ് ഇടാൻ പോവുകയാണ്. നിങ്ങൾ കണ്ടോ? നമ്മളിതാ ഇവിടെ അഡ്ഡൂരിലെത്തിയപ്പോൾ തന്നെ ഒരു ഹോസ്പിറ്റലിൽ നിർത്തിയിരിക്കുകയാണ്. ഒരു കുട്ടിക്ക് വയ്യാണ്ടായി. അപ്പോൾ ചെറിയൊരു ഹോസ്പിറ്റലായിട്ട് നമ്മൾ നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മളിതാ ബസ്സിൻ്റെ അകത്തിരിപ്പുണ്ട്. അങ്ങനെ ഗൈസ് നമ്മളിതാ ഇനി കുറച്ച് ദൂരം കൂടെ ഉള്ളൂ. നമുക്ക് മൂന്നാറത്തെ എല്ലാവരും ഉറങ്ങാതെ വെയിറ്റിങ്ങിനാണ്. ഇപ്പം വരെ എൻ്റെ അടുത്ത് വന്നിട്ട് എപ്പോൾ മൂന്നാറത്തും ചോദിക്കുകയായിരുന്നു. നമ്മൾ അടിച്ച് പൊളിക്കുകയാണ് ഗൈസ്. വിഷയം ഗൈസ്, നമ്മൾ മൂന്ന് ചേട്ടൻ വരെ എല്ലാം പവറാണ്. പവർ ഗൈസ്. അങ്ങനെ നമ്മൾ അടിമാലിയുടെ എത്തിയിട്ടുണ്ട്. നമ്മൾ മൂന്നാർ വേലീസ് എന്ന് പറയുന്ന ലോഡ്ജാണ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ളത് ഗൈസ്. ഫാമിലി റൂംസ് ആൻഡ് ഡോർമെറ്ററി ഫ്രഷപ്പിന്. അപ്പോൾ നമ്മളിവിടെ റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്. ബാക്കിയാ നമ്മളെ ഫുഡ് കാര്യങ്ങളെല്ലാം അടിമാലി വെച്ചിട്ടാണ്. നമ്മളെ ക്യാബിൻ ക്രൂ നമ്മൾ പറഞ്ഞ ഒരു കൊമ്പം കണ്ടായിരുന്നു. നമ്മളെ മുൻപേയുടെ ആൾക്കാരായിട്ട് ഇടോ ഒന്ന് കാണിച്ച് ഓക്കെ. പവർ
നമ്മൾ ഡിഗ്ഗിന്ന് സാധനം എടുത്തിട്ട് നേരെ നമ്മൾ ഫ്രഷ് അപ്പിന് പോവുകയാണ്. ഓക്കെ ഗൈസ്, റൂമൊക്കെ ഞാൻ കാണിച്ചു തരാം. നമ്മളിത് സഫയർ ഹോട്ടലിലോട്ട് പോവുകയാണ് ഫുഡിന് വേണ്ടിയിട്ട് കഴിക്കാനായി. ഗൈസ് നമുക്കിവിടെ കൊമ്പൻ കിട്ടിയിട്ടുണ്ട്. ഗൈസ് കൊമ്പൻ കണ്ടിട്ടുണ്ട്, കൊമ്പനെ കിട്ടിയിട്ടുണ്ട് ഗൈസ്. നമ്മളിവിടെ കൊമ്പൻ കിട്ടിയിട്ടുണ്ട് ഗൈസ്, കൊമ്പൻ താവ്. ഹലോ ഗൈസ്, നമ്മളിത് ദാവൂദിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട് ഗൈസ്. നമ്മൾ അടിമാലി സഫയർ ഹോട്ടലിൽ വന്നതാണ് ദാവൂദ്. എന്തേട്ടാ? ഈ വണ്ടിയിലല്ല, ഞാൻ 3 പേതാ. ഓ കഴിച്ചില്ലേ? ഓ ചേട്ടാ ഇപ്പം പോവാം ചേട്ടാ. ഗൈസ് നമ്മൾ കൊമ്പൻ്റെ അകത്ത് കയറിയിട്ടുണ്ട്. ദാവൂദിൻ്റെ അകത്താണ് കേട്ടോ. പൊളി കേട്ടോ. ഞാൻ എൻ്റെ വീട്ടിൻ്റെ അടുത്ത് വരെ വന്നു, പക്ഷെ ഇതുവരെ കയറാൻ പറ്റിയില്ല. ലാസ്റ്റ് ഇപ്പം കണ്ടുവന്ന പ്രിൻസ് എന്നെ വിളിച്ചു, അപ്പോൾ ചേട്ടൻ്റെ നമ്പരൊന്നും കിട്ടിയില്ല. ഓ ഇതെന്താണ് കേട്ടോ ഇത്? ഓ എന്റെ വീട്ടിന്റെ അടുത്ത് വരെ വന്നിട്ടുണ്ട്, പക്ഷെ ഇതുവരെ കേറാൻ പറ്റിയില്ല. ഫസ്റ്റ് എവിടെ പോകുന്നത് അറിയത്തില്ല. ഓ ഞാൻ ഇന്ന് രാവിലെ വെളുപ്പം കാലത്ത് കണ്ടായിരുന്നു വണ്ടി. എവിടെ വെച്ചെന്നറിയില്ല, പക്ഷെ അടൂര് കഴിഞ്ഞിട്ടാണ് കണ്ടത്. എത്ര മണിക്കാ? ഒരു 3 മണിയായപ്പോ എല്ലാം ഏകദേശം ഓഫായി, എല്ലാവരും ഉറക്കം. ഒരു 9 മണി മുതൽ ഒരു 1:30-2 മണി വരെ ഒരു രക്ഷയില്ല. ഓ അതിന്റെ മുഴക്കമായിട്ട് ഇടിച്ചു മുഴക്കില്ലേ? അതുകൊണ്ട് ഹെഡ്സെറ്റ് എടുത്ത് ചെന്നിട്ട് ഓഹോ
പവർ ഉണ്ടല്ലേ എത്രയും തകർത്തല്ലേ വേണ്ടി. ഓ ശരി എല്ലാം എടുത്തോ ശരിക്കും ഫോട്ടോ. ഞാൻ അത് വരുന്ന പോയിട്ട് കേട്ടോ. പിന്നെന്താ ഇഷ്ടം പോലെ പോയി നിങ്ങൾ. ശരി അവക്കൊരാഗ്രഹം എൻ്റെ അനിയത്തിയാണ്. ഗൈസ് നമ്മളങ്ങനെ പ്രിൻസ് ചേട്ടനെ വിളിച്ചിട്ടുണ്ട്. പ്രിൻസ് ചേട്ടൻ ലാസ്റ്റ് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നു. നമ്മളെ 18 ഇഞ്ചിന്റെ DD ആണ് ഗൈസ്. ഓക്കെ നമുക്ക് തിരിച്ചിറങ്ങാം ഗൈസ്. ഓക്കെ താങ്ക്സ്. ഓക്കെ ശരി. ഓക്കെ ഗൈസ് നമ്മളിതാ ബസ്സിൽ നിന്ന് ഇറങ്ങുകയാണ്. ഗൈസ് നമ്മളിതാ പുറത്തിറങ്ങിയിട്ടുള്ളത്. നമ്മളിപ്പോൾ ഇതാ കോടമഞ്ഞൊക്കെ ഇറങ്ങി കയറുകയാണ് ഗൈസ്. നമ്മളിത് ഫസ്റ്റ് സൂസൈഡ് പോയിന്റിലോട്ടാണ് പോകുന്നത്. ഫസ്റ്റ് സൂസൈഡ് പോയിന്റിൽ പോയിട്ട് ബാക്കി അവർ പറയും. അതിനുശേഷം നമ്മൾ നിങ്ങൾക്ക് സ്ഥലമെല്ലാം കാണിച്ചു തരുന്നതായിരിക്കും ഗൈസ്. നമ്മളിതാ സഫയറിന്ന് ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങി ബാക്കി അങ്ങോട്ട് പോകാൻ പോവുകയാണ്. ജസ്റ്റ് ഒന്ന് നമ്മൾ പുറത്ത് നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നേരെ സൂസൈഡ് പോയിന്റിലോട്ട് പോകാം. കോടമഞ്ഞ് ഇറങ്ങി അല്ലേ ഏട്ടാ? ഗൈസ് സൂസൈഡ് പോയിന്റിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. സൂസൈഡ് പോയിന്റ് ഫസ്റ്റ് സ്പോട്ട് സൂസൈഡ് പോയിന്റ്. ഫുള്ള് കോടമഞ്ഞാണ്. കുറച്ച് പേരൊന്നും ഇറങ്ങിയിട്ടില്ല, കാര്യം നല്ല തണുപ്പും കാര്യങ്ങളുള്ളതുകൊണ്ട്. നല്ലൊരു സ്പോട്ടുമാണ് ഗൈസ്. അതുമാത്രമല്ല ഏതൊരു ബസ്സിന് മുഴക്കവും കൂടെ കേൾക്കുന്നുണ്ട്. കൊമ്പൻ വരുന്നുണ്ട് ഗൈസ്. വേണ്ടി വെച്ച് ഹോൺ ഓക്കെ ഗൈസ്, ആ മുഴക്ക കേട്ട കമൻ്റ് ആയിരുന്നു, പൊളിച്ചടുക്കി ഗൈസ്. അപ്പോൾ നമ്മൾ അടുത്ത സ്പോട്ടിലോട്ട് പോവുകയാണ്. ഇനി നമ്മൾ അടുത്ത സ്പോട്ടാണ് ഗൈസ്. നമ്മളെ 3 വേ ചങ്സിലാണ്. ഇനി അടുത്ത സ്പോട്ടിലോട്ട് കാണാം. പാട്ടിടാൻ നെറ്റില്ലല്ലേ? അപ്പോൾ കോളേജിനെ ആസ്വദിച്ച് പോവാം. ഇത് ഫുള്ളും കോടമഞ്ഞുകൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഗൈസ്. നമ്മൾ അങ്ങ്
നമുക്ക് അവിടെ ഷൈലൊക്കെ ഉണ്ട്. ഷൈലൊക്കെ കഴിഞ്ഞിട്ട് ഷാദിൽ എന്ന് പറയുന്ന ബസ്സുണ്ട്. അത് മെയിലാണോ ഗൈസ് വന്നത്? ആ കാറ്റുണ്ട്, ഗിംബൽ പോലും കറങ്ങുന്നില്ല ഗൈസ്, റൊട്ടേറ്റ് ആവുന്നില്ല ഗൈസ്. ഇവിടെ നമ്മൾ പൊളിക്കുകയാണ് ഗൈസ്. നമ്മളെ മൂൺ വേ ഒതുക്കാൻ പോവുകയാണ്. അവിടെ ഷൈലൊക്കെ കിടപ്പുണ്ട്, ഷാദിൽ കിടപ്പുണ്ട്, നമ്മളെ മൂൺ വേ. ബേക്കിൽ നിന്ന് കൊമ്പനും ഉണ്ട്. നമ്മളെ കൊമ്പനെ കുറേ പ്രാവശ്യം കണ്ടു. അപ്പോൾ കൊമ്പനും ഉണ്ട്, ബാക്കിയെല്ലാം വണ്ടികളുണ്ട്. പിന്നെ വണ്ണസ് കണ്ടില്ല, വണ്ണസിൻ്റെ ഒരു കുറവുണ്ട്. ബാക്കിയെല്ലാം പൊളിയാണ് ഗൈസ്. അത്യാവശ്യം നല്ല തണുപ്പുമുണ്ട്, അത്യാവശ്യത്തിന് കാട്ടും നല്ല തണുപ്പുണ്ട്. മെയ് സീസൺ ആയതുകൊണ്ട് പൊളിയാണ് ഗൈസ്. വേറെ ലെവലാണ്, ഒന്നും പറയില്ല ഗൈസ്, വേറെ ലെവലാണ് ഗൈസ്. നമ്മളിതാ റോസ് ഗാർഡനിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സെൽഫി കഴിഞ്ഞിട്ട് നമ്മളിതാ റോസ് ഗാർഡനിൽ പോവുകയാണ്. ഹായ് പറഞ്ഞേ, ഹായ് ഗൈസ്. അപ്പോൾ നമ്മൾ ബസ് അവിടെയൊക്കെ ഒതുക്കിയിട്ടുണ്ട് ചങ്ക്സ്. ലാസ്റ്റ് നമ്മളിതാ കുറച്ച് താഴോട്ട് നടന്നു പോകുന്നത്. റോസ് ഗാർഡൻ താഴെയാണെന്ന് തോന്നുന്നു. എല്ലാവരും താഴോട്ട് നടന്നു, നമ്മളും താഴോട്ട് നടന്നു. ഓക്കെ, നമ്മളെ വണ്ടി ഒതുക്കാൻ പറ്റാതെ നമ്മളെ ഇവിടെ ഇറക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ അവർ ബാക്കി കാര്യം നടക്കുകയാണ്. അപ്പോൾ നമുക്ക് അവിടെ വീസ അവർ എല്ലാവരും ബാക്കിയുള്ളവർ അവിടെ നിൽപ്പുണ്ട്. നമുക്ക് അങ്ങോട്ട് പോകണം, കുറച്ച് നടക്കാറുണ്ട്. ഇവിടെ ജീപ്പ് ട്രക്കിങ്ങും അങ്ങനെ ടോപ്പ് സ്റ്റേഷനിൽ പോകേണ്ടിയും അങ്ങനത്തെ കുറേ ആൾക്കാർ ഇവിടെ തന്നെ വരുന്നുണ്ട്. ഗായ്സ്, നമ്മളിപ്പോൾ മാട്ടുപ്പെട്ടി ഡാമിലാണ്. മാട്ടുപ്പെട്ടി ഡാം കാണാൻ വേണ്ടി നമുക്ക് പോകാണ്ടാണ് ഗായ്സ്. നമ്മളിതാ നടക്കുകയാണ്. ഇതാ നല്ല മലയൊക്കെ മഞ്ഞുകൊണ്ട് മൂടിയിരിക്കുക. മാട്ടുപ്പെട്ടി ഡാമിൽ ഇല്ലല്ല ഗൈസ്, നമ്മളിവിടെ സഫയർ ഹോട്ടലിൽ നിന്ന് ബുക്ക് ചെയ്ത ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ നിൽക്കുകയാണ്. നമ്മളെ ഫ്രണ്ടിൽ നമ്മൾ ഇത് ഇരിക്കുന്നത് എക്സ്പ്ലോറർ. ഇത് നമ്മളെ ഷൈലോക്കിലെ ഷൈലോക്കാണ് ഇരിക്കുന്നത്. പിന്നെ നമ്മൾ മൂൺ വേയിലും കണ്ടല്ലോ, ഒരു 1.5 ബസ് തന്നെയാണ് കേട്ടോ മൂൺ വേ. ഗൈസ്, നമ്മളങ്ങനെ ടോപ്പ് സ്റ്റേഷനിലോട്ട് പോവുകയാണ്. ഗൈസ്, അങ്ങനെ നമ്മൾ ടോപ്പ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ടോപ്പ് സ്റ്റേഷനിൽ ഇനി കുറച്ച് പേര് നടക്കണം. നടന്ന്
എത്തേണ്ട അടുത്ത് വരെ നമുക്ക് എത്തേണ്ടതാണ്. ഗൈസ് നമുക്കപ്പോൾ കുറച്ച് നടക്കാനുണ്ട്. നമ്മളിതാ തുടങ്ങിയിട്ടുണ്ട്. നമ്മളുടെ ഫ്രണ്ടിൽ എക്സ്പ്ലോറർ എന്ന് പറഞ്ഞ ബസ് വന്നിട്ടുണ്ട്. നമ്മൾ ടോപ്പ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ടോപ്പ് സ്റ്റേഷനിൽ ഇതാ ചർച്ച് എത്തിയിട്ടുണ്ട്. പൊട്ടണിഞ്ഞു നിൽക്കും പൊട്ടുലഞ്ഞു പോയ സ്വപ്നം കണ്ടതെല്ലാം ഉള്ളം കയ്യിൽ തൂകി സ്നേഹം നോൽക്കും നാട് സ്വർഗം തന്നെ നീയേ തീരത്തേതോ നാളിൽ പണ്ടേ. ഇത് എനിക്ക് സൂം ചെയ്ത് കാണിക്കാൻ പറ്റാത്തതാണ്. പക്ഷേ നമ്മൾ അതാണ് നല്ല കോടമഞ്ഞൊക്കെ മൂടി. നമുക്ക് അങ്ങ് ദൂരെയുള്ള ഒരു മലയുടെ താഴെ ടൗൺ സ്റ്റേഷൻ്റെ എല്ലാം നമുക്ക് കിട്ടിയായിട്ടും നല്ല രീതിക്ക് കാണാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഈ സ്ഥലം. വൈബ് സ്ഥലമാണ് ഗൈസ്, വൈബ് സ്ഥലം. ഗൈസ് നേരത്തെ കാണിച്ചതിൻ്റെ ബാക്കിയാണിത്. നിങ്ങൾക്ക് നല്ലൊരു കാറ്റടി ഗൈസ് നമുക്ക് ദൂരെ കാണാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന കുറേ മലകളും. ഈ ഫോണിലായതുകൊണ്ടാണ് നല്ല ക്ലാരിറ്റി വീഡിയോസ് അങ്ങനെ നേരെ കിട്ടാത്തത്. പക്ഷേ നിങ്ങൾ നേരിട്ട് കാണണം ഗൈസ്. എക്സ്പ്ലോർ ചെയ്യേണ്ട കിട്ടുന്ന സ്ഥലമാണ് നമ്മളെ മൂന്നാർ ടോപ്പ് സ്റ്റേഷൻ. കൊമ്പൻ ഗൈസ്, കൊമ്പൻ. കയറി വെക്കാം. ഇത് കോഴിക്കോടുള്ള വണ്ടിയാണല്ലേ? സീറ്റിംഗ് കപ്പാസിറ്റി എല്ലാം കൊള്ളാം. പവർ ഓക്കെ, ഇറങ്ങാം.